ബാല്യകാലവും യൗവനവും വാർദ്ധക്യവും ഒറ്റപ്പെടലുകൾ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ശങ്കരിക്ക് വലിയ ആഗ്രഹമായിരുന്നു താൻ ചെറുപ്പം മുതലേ കേട്ട കഥകളിലെ കുട്ടിച്ചാത്തനെ നേരിട്ട് കാണാൻ. പട്ടണങ്ങളിൽ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ചായിരുന്നു ദേശമെന്ന ശങ്കരിയുടെ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. കാടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ ദേശത്തിലെ അതിരുകാക്കുന്ന ഗ്രാമദേവൻ കൂടിയായിരുന്നു കുട്ടിച്ചാത്തൻ. ഉറങ്ങും മുന്നേ തൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കഥകൾ ഏകദേശമൊക്കെ ശങ്കരി മറന്നു പോയിരിക്കുന്നു. എന്നാലും ഈ ഗ്രാമവും ഈ ഗ്രാമത്തിലെ പാരമ്പര്യവും ഇവിടെയുള്ള ജനങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കാൻ ചാത്തൻ സഹിച്ച വലിയ ചില കാര്യങ്ങളായിരുന്നു എന്നും ഉറങ്ങും മുമ്പേ ശങ്കരി കേട്ടിരുന്നത്. വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ കാലങ്ങൾ കഴിച്ച ശങ്കരി മുത്തശ്ശിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ ചാത്തൻ കുന്നിലെ ഏതോ ഒരു വലിയ വൃക്ഷത്തിൽ അടച്ചുവെച്ച കുട്ടിച്ചാത്തനെ കാണാനായി. കൊടും കാടിനുള്ളിലേക്ക് പോകുന്നു. ചാത്തനെ നേരിട്ട് കാണുമ്പോൾ കൊടുക്കാനായി കയ്യിൽ ചാത്തന് ഏറെ പ്രിയപ്പെട്ട കൂവ കുതിർത്തതും ശർക്കരയും തൻ്റെ തോളിലെ ഒരു ഭാണ്ഡക്കെട്ടിൽ കരുതുന്നു. അങ്ങനെ ചാത്തൻ കുന്നിലെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഒരുപാട് വഴിദൂരം ഏറെയാണ് കുന്നിൻ മുകളിലേക്ക്. മനുഷ്യരാരും അങ്ങനെ ഇങ്ങനെ പോവാത്ത വഴിയായിരുന്നു ചാത്തൻ കുന്നിലേക്ക്. ചാത്തൻ കുന്നിലേക്ക് എത്താൻ ശങ്കരിക്ക് മുന്നിൽ 3 അടയാളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 അടയാളങ്ങളും ലക്ഷ്യം വെച്ച് പതിയെ പതിയെ നടന്ന് നീങ്ങാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ മുത്തശ്ശിയുടെ കണ്ണുകൾ ആ അടയാളങ്ങളെ തിരയുകയായിരുന്നു. നടന്ന് നടന്ന് ഏകദേശം ഇരുട്ടാൻ തുടങ്ങി. പതിയെ ഒരു മരത്തിന് താഴെയായി ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് മനസ്സിലേക്ക് പണ്ട് ചാത്തനെ പിടിക്കാൻ പോയ തൻ്റെ അച്ഛൻ്റെ ആ കഥയും അച്ഛൻ പോകുന്ന വഴിയെ കണ്ട ആ 3 അടയാളത്തെയും മനസ്സിൽ സ്വപ്നമായി കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം 500 വർഷങ്ങൾക്ക് മുന്നേ ഈ വനത്തിൽ വന്ന ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു പഞ്ചാഗ്നി. അന്ന് അവർ ഈ ദേശത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിലെ ആ വലിയ ഭാണ്ഡക്കെട്ടിൽ ഒരു ചില്ലുകുപ്പി ഉണ്ടായിരുന്നു. ആ ചില്ലുകുപ്പിക്കുള്ളിൽ അനങ്ങി കളിക്കുന്ന ഒരു ചിത്രശലഭം പോലെ ഒരു രൂപവും. സൂക്ഷിച്ചു നോക്കിയാൽ ആ കുപ്പിക്കുള്ളിലെ ആ രൂപത്തിന് ചെറിയ 2 കൊമ്പും ഒരു കുഞ്ഞുവാലും ഒരു കറുത്ത നിറവും ഉണ്ടായിരുന്നു. പഞ്ചാഗ്നിയുടെ കയ്യിലുള്ളത് കുട്ടിച്ചാത്തനാണെന്ന് ആ ഗ്രാമത്തിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. കേട്ടറിഞ്ഞ ഉടനെ തന്നെ അവരെല്ലാവരും ആ ഒരു കുട്ടിച്ചാത്തനെ കാണാനായി പല രാജ്യങ്ങളിൽ നിന്നും വരെ ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തി. ഈ വിവരം അവിടെ കൊട്ടാരത്തിലും അറിഞ്ഞു. അന്നത്തെ നാടുവാഴിയായിരുന്ന മാർത്താണ്ഡൻ തമ്പുരാൻ ഈ മന്ത്രവാദിനിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. തന്റെ കയ്യിലെ കുപ്പിയിലെ കുട്ടിച്ചാത്തിനെ തനിക്ക് നൽകാൻ ആജ്ഞാപിച്ചു. അന്ത്യ ശാസനവും നൽകി. എന്നാൽ പഞ്ചാഗ്നി അതിനൊന്നും സമ്മതിച്ചില്ല. അതിനെനിക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞ് പഞ്ചാഗ്നി അവിടെ നിന്നും അറിയിപ്പില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് പുറകിൽ നിന്നും ഏറ്റ കുന്തം കൊണ്ടുള്ള കുത്തിൽ അവൾ അവിടെ നിലത്ത് വീണു. എന്നാൽ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടിൽ കുപ്പിയിലുള്ള കുട്ടിച്ചാത്തനെ അവൾ കണ്ണടയ്ക്കും മുന്നേ സ്വതന്ത്രനാക്കിയിരുന്നു. ഒപ്പം ആ ദേശത്തിനും ആ രാജകുടുംബത്തിനും തീരാശാപവും നൽകി. നിന്റെ തലമുറയിൽ ജനിക്കുന്ന ഓരോ അവകാശികളും ചാത്തനാൽ കൊല്ലപ്പെടും എന്നായിരുന്നു ആ ശാപം. ചാത്തനില്ലാത്ത ഒഴിഞ്ഞ കുപ്പി നോക്കി നിൽക്കാൻ മാത്രമേ ആ തമ്പുരാന് കഴിഞ്ഞുള്ളൂ. ചേതനയറ്റി കിടക്കുന്ന ആ പഞ്ചാഗ്നിയുടെ ശരീരത്തെ ഉൾക്കാട്ടിലുള്ള ഒരു മരത്തിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു. ദിവസങ്ങളുടെ പഴക്കത്തിൽ പഞ്ചാഗ്നിയുടെ മൃതദേഹം അഴുകാൻ തുടങ്ങി. ശരീരഭാഗങ്ങൾ ഓരോന്നായി കഴുകന്മാർ കൊത്തിവലിച്ചു. പതിയെ പതിയെ അതൊരു അസ്ഥിക്കൂടമായി മാറി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അസ്ഥികളും ഓരോന്നായി കൊഴിയാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അന്ന് സ്വതന്ത്രനായ കുട്ടിച്ചാത്തൻ ആ ഭാഗത്തേക്ക് വരുന്നത്. തൻ്റെ യജമാനിയുടെ അവസ്ഥ കണ്ട് കോപം തോന്നിയ ചാത്തൻ പിന്നീട് ഓരോ രാത്രികളിലായി ഓരോരുത്തരെയായി വധിക്കാൻ ആരംഭിച്ചു. കാടിനുള്ളിൽ മറഞ്ഞിരുന്നും കൊട്ടാരത്തിലെ മച്ചിൽ കയറിയിരുന്നും 73 രാത്രികളിൽ 73 പേരെ അതിക്രൂരമായി വധിച്ചു. ചാത്തന്റെ ഈ ദുർനടപ്പും രാജ്യത്ത് മരണവും ഏറി വന്നപ്പോൾ തഞ്ചാവൂരിൽ നിന്നും ഹരിഹര സിദ്ധന്മാരായ 5 ബ്രാഹ്മണരെ ദേശത്തിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ചാത്തനെ കൊടുക്കാനായി മന്ത്രങ്ങളുടെ കൂടെ തന്ത്രങ്ങളും അവർ ആ ദേശത്ത് ഓരോ ഭാഗങ്ങളിലായി നൽകി. അതിലൊന്നായിരുന്നു ചാത്തനെ വിശക്കുമ്പോൾ പ്രസവിച്ച് 7 ദിവസം പൂർത്തിയായ എരുമപ്പാൽ കുടിക്കാൻ ഈ കുഞ്ഞു ചാത്തൻ തൊഴുത്തിലേക്ക് വരുമായിരുന്നു.
ഈ കുഞ്ഞു ചാത്തൻ അകിടിൽ കയറി പാൽ കുടിച്ച് ചെറുമയക്കത്തിലേക്ക് വീഴുന്ന സമയം ചാത്തന്റെ കയ്യിലെ മന്ത്രവടി താഴെ വീഴുന്ന സമയത്ത് ആ മന്ത്രവാദി അതെടുത്ത് ചാത്തനെ വരുതിക്ക് വരുത്താനുള്ള തിട്ടം അന്ന് ഫലം കണ്ടു. ഒടുവിൽ മന്ത്രവാദിയുടെ ബലത്തിൽ ചാത്തനെ വരുതിക്ക് വരുത്തി. കാടിനുള്ളിൽ തന്റെ യജമാനിയെ തളച്ച അതേ വലിയ മരത്തിലെ ഒരു ചെറിയ ദ്വാരത്തിനുള്ളിലേക്ക് ചാത്തനെ കുടിയിരുത്തി. അതിനുശേഷം ഈ ദേശത്തിനെ ദുരാത്മാക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ദൗത്യവും ആജ്ഞയും നൽകി. മന്ത്രവടി കൈവശമുള്ള ആര് പറഞ്ഞാലും ചാത്തൻ അത് കേൾക്കുമായിരുന്നു. പിന്നീട് ആ മന്ത്രവാദി അവിടെ തന്നെയുള്ള ഒരു ഭാഗത്ത് മൺകുടത്തിൽ അടച്ചു വെച്ചു. അതൊരു ഭാഗത്തെ മണ്ണിൽ കുഴിച്ചിട്ടു. അതിനു മുകളിൽ ഒരു ചിതൽപുറ്റ് പണി കഴിപ്പിച്ചു. നാഗരാജാവിനെ അവിടെ കാവൽ നിർത്തി. പിന്നീട് ഈ മന്ത്രവടിയും ചാത്തനെയും ആരുടെ കയ്യിലും ലഭിക്കാതിരിക്കാൻ ആ ഭാഗങ്ങളെ മുഴുവൻ പ്രകൃതിയുടെ സഹായത്തോടെ മാറ്റിമറിച്ചു. എങ്കിലും ചരിത്രം എവിടെയെങ്കിലും എഴുതപ്പെടേണ്ടതുള്ളതുകൊണ്ട് വനത്തിലെ ആ തലമുറയിലെ ഇപ്പോഴുള്ള ശങ്കരിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു കാട്ടുമൂപ്പനെ ഒരു താളിയോലയിൽ എഴുതിയ 3 അടയാളങ്ങൾ ഏൽപ്പിച്ചു. അതിൽ അവസാനത്തെ അടയാളമായിരുന്നു 5 ദ്വാരങ്ങളുള്ള ചിതൽപുറ്റ്. രണ്ടാമത്തെ അടയാളമായിരുന്നു ഒരു തവളയുടെ ആകൃതിയിലുള്ള തവളപ്പാറ. എന്നാൽ അങ്ങോട്ട് എത്തും മുന്നേ ഉള്ള ആദ്യത്തെ അടയാളമായിരുന്നു വിലങ്ങ് പാറ. വളരെ ചെരിവുള്ള ഒരു പാറയായിരുന്നു അത്, ഒരു വിലങ്ങ് പോലെ. ആ വിലങ്ങ് മറികടക്കാൻ ആർക്കും സാധ്യമല്ല. മിനുസമുള്ള പാറയിലൂടെയുള്ള വിലങ്ങ് മറികടക്കുമ്പോൾ കാൽ വഴുതി നേരെ വീഴുന്നത് ആഴമേറെയുള്ള ഗർത്തത്തിലേക്കായിരുന്നു. അങ്ങനെ ഈ 3 അടയാളങ്ങളും എഴുതി തിട്ടപ്പെടുത്തിയ താളിയോലയിലെ കഥയും കാര്യങ്ങളും കേട്ട് വളർന്ന ശങ്കരി സ്വപ്നത്തിൽ നിന്നും പെട്ടെന്നുണർന്നപ്പോൾ നേരം പുലർന്നിരുന്നു. താൻ സ്വപ്നത്തിൽ കണ്ട കഥയും മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള ഈ 3 അടയാളങ്ങളും കണ്ടുപിടിക്കാൻ ആവുമോ എന്ന് തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. അവിടെ നിന്ന് ഉണർന്ന് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കുറച്ചകലെ ഒരു ആടുമാടുകൾ അമർന്നത് പോലെ കേട്ടത്. ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ചില കാട്ടുപോത്തുകൾ ഒരു ചെരിഞ്ഞ പാറ കടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഓരോ മൃഗങ്ങൾ മറികടക്കാനാവാതെ താഴെയുള്ള വലിയ ഗർത്തത്തിലേക്ക് വീഴുന്ന കാഴ്ചയും ആ ശങ്കരി മുത്തശ്ശി കണ്ടു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ശങ്കരിക്ക് ഒരു കാര്യം മനസ്സിൽ തോന്നിയത്. അമ്മ പറഞ്ഞ താളിയോലയിലെ ആദ്യത്തെ അടയാളമായിരുന്നു വിലങ്ങുപാറ. ഇത് തന്നെയാണ് ആ വിലങ്ങുപാറ. എന്നാൽ മൃഗങ്ങൾക്ക് പോലും മറികടക്കാൻ പറ്റാത്ത ഈ വിലങ്ങ് എങ്ങനെ ഞാൻ മറികടക്കും എന്നായിരുന്നു ശങ്കരിയുടെ മനസ്സിൽ. എന്റെ ബാക്കി കഥ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.